ശ്രദ്ധിക്കുക. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യത്തിനാണ് അടുത്ത അവസരം. ചോദ്യം ചോദിക്കുവാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുഫൈജ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ കൂടെ സ്ഥാനം നൽകാത്തത്? സഹോദരിയുടെ ചോദ്യം, ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്, എന്നാൽ എന്തുകൊണ്ടാണ് പുരുഷന്മാരോടൊപ്പം സ്ഥാനം നൽകാത്തത് എന്ന്. എന്താണ് എൻ്റെ സഹോദരി പുരുഷന്മാരോടൊപ്പമുള്ള സ്ഥാനം കൊണ്ട് വിവക്ഷിച്ചത് എന്നെനിക്കറിയില്ല. പക്ഷേ ഇസ്ലാം എന്നുള്ളതല്ല, സൃഷ്ടികർത്താവായ തമ്പുരാൻ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒപ്പത്തിനൊപ്പമുള്ള സ്ഥാനമല്ല നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്, വസ്തുതയാണ്. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു. സ്ത്രീയും പുരുഷനും സമമായി എന്നുള്ളൊരു സമവാക്യം മധ്യകാലഘട്ടത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ സമവാക്യത്തിനനുസൃതമായി പെണ്ണിനോട് അവളുടെ ശരീരത്തെയും ഇച്ഛയെയും വികാരത്തെയുമെല്ലാം പരിവർത്തിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ് ഫെമിനിസം പെൺവർഗത്തിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്നുള്ളതാണ് സത്യം. പെണ്ണ് അവസാനം കേരളത്തെ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ഫെമിനിസ്റ്റുകൾക്ക് വരെ ചൂലുമെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള മുദ്രാവാക്യവുമായി തങ്ങളുടെ ആയുധം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യവുമായി പ്രകടനം നടത്തേണ്ട അവസ്ഥാവിശേഷമുണ്ടായി. അത് മറ്റൊരു വശം. ചുരുക്കത്തിൽ പടച്ച തമ്പുരാൻ സ്ത്രീക്ക് നൽകുന്ന സ്ഥാനവും പുരുഷന് നൽകുന്ന സ്ഥാനവും വ്യത്യസ്തമാണ്. സ്ഥാനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും നിർവഹിക്കുവാനുള്ള ഭാഗധേയം, സമൂഹത്തിന് ഓരോരുത്തർക്കും നൽകുവാനുള്ള സംഭാവന വ്യത്യസ്തമാണ്. അവരുടെ ഓരോരുത്തരുടെയും ധർമ്മം വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഉന്നതമായ സ്ഥാനം ഇസ്ലാം നൽകുന്നുണ്ട്. ഉന്നതമായ സ്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള ഉന്നതമായ അവളുടെ പ്രകൃതി കാക്ഷിക്കുന്ന സ്ഥാനമാണ് ഞാൻ വിവക്ഷിക്കുന്നത്, അല്ലാതെ ആണാകുവാനുള്ള സ്ഥാനമല്ല. നേരെ തിരിച്ചും പുരുഷന് അവൻ്റേതായ സ്ഥാനം ഇസ്ലാം കൃത്യമായി നൽകുന്നുണ്ട്. ഈ സ്ഥാനങ്ങൾ പരസ്പര പൂരകമാണ്, അതൊരിക്കലും പരസ്പര വിരുദ്ധമല്ല. സ്ത്രീയുടെ സ്ഥാനവും പുരുഷന്റെ സ്ഥാനവും പരസ്പര വിരുദ്ധമാണ് എന്ന ധാരണയിൽ നിന്ന്, സ്ത്രീയുടെ സ്ഥാനം കുറച്ച് മോശമാണ് എന്ന വിചാരത്തിൽ നിന്ന് ആണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ജീവശാസ്ത്രപരമായി തന്നെ പരിശോധിക്കുകയാണെങ്കിൽ പെണ്ണിന് അവളുടേതായ പ്രയാസങ്ങളും അബലതകളുമുണ്ട്. ആ അബലതകൾ അവളുടെ ജൈവികമായ സവിശേഷതയാണ്. ആ അബലതകളുടെ രംഗത്ത് പുരുഷൻ അവളുടെ താങ്ങായി നിലനിൽക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പാഠം. അങ്ങനെയാകുമ്പോൾ പുരുഷന് താങ്ങാകുവാൻ ആവശ്യമായ സ്ഥാനവും സ്ത്രീക്ക് താങ്ങപ്പെടുവാൻ ആവശ്യമായ അവകാശങ്ങളും നൽകേണ്ടതുണ്ട്. അതാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അതല്ലാതെ ഇസ്ലാമിൻ്റെ വിമർശകന്മാർ പറയുന്നത് പോലെ പെണ്ണ് തന്നെ സ്വയം താങ്ങായി നിൽക്കട്ടെ എന്നുള്ള ഒരു വാദം പെണ്ണിൻ്റെ ജൈവിക ഘടനക്കെതിരാണ്. പെണ്ണിനോട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ഇവിടെ വിഷയാവതരണത്തിലും അതിനു മുൻപുമെല്ലാം സൂചിപ്പിക്കപ്പെട്ടതുപോലെ, പെണ്ണിനോട് പുരുഷനോടൊപ്പമാകണമെന്ന് പറയാൻ ഫെമിനിസത്തിന് സാധിച്ചേക്കും. എങ്ങനെ പുരുഷനോടൊപ്പമാകണം? പെണ്ണിനോട് അവർ പറയും, നീ ജോലി ചെയ്യണം, നീ അധ്വാനിക്കണം, നീ പണമുണ്ടാക്കണം, നീ പണമുണ്ടാക്കുവാൻ വേണ്ടി നിന്റെ സവിശേഷതകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആവശ്യമെങ്കിൽ ഒരല്പം കോംപ്രമൈസ് ചെയ്യണം. പക്ഷേ നിനക്ക് പണമുണ്ടെങ്കിലേ, നിന്റെ സാമ്പത്തികമായ സ്രോതസ് നീ ആയിത്തീരുമ്പോൾ മാത്രമേ നിനക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടാകൂ എന്ന് അവളെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷേ പുരുഷനോട് അവൾക്ക് പറയാൻ കഴിയില്ല, നിങ്ങളൊന്ന് ഗർഭം ധരിക്കണം, നിങ്ങളൊന്ന് പ്രസവിക്കണം, നിങ്ങളൊന്ന് കുഞ്ഞിനെ മുലയൂട്ടണം എന്ന് പുരുഷനോട് പറയാൻ കഴിയില്ല. ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഏത് ഭൗതിക ദർശനത്തിൻ്റെയും പരിമിതി. എന്നാൽ ഇവിടെ ഈ സ്ത്രീയെ മുലയൂട്ടേണ്ട പെണ്ണിനെ, അതല്ലെങ്കിൽ ഗർഭം ധരിക്കേണ്ട പെണ്ണിനെ, കുഞ്ഞിനെ പ്രസവിക്കേണ്ട പെണ്ണിനെ അവളുടെ ആ സവിശേഷതകളെ
തമസ്കരിക്കുകയും അതിനെ താഴ്ത്തിക്കെട്ടുകയും അവളെ അവളാക്കുന്ന സവിശേഷതകൾ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് പുരുഷന്റെ സവിശേഷതകളാണ്, പുരുഷന്റെ മസിൽ പവറാണ് യഥാർത്ഥത്തിൽ വിഗ്രഹവൽക്കരിക്കപ്പെടേണ്ടത്, യഥാർത്ഥത്തിൽ സ്ഥാനം അതിനാണുള്ളത് എന്നുള്ള ധാരണയുണ്ടാക്കുകയും ചെയ്ത് പെണ്ണിനോട് പുരുഷനാകാൻ ആവശ്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ പെണ്ണിനെ അധോഗതിയിലേക്ക് നയിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പെണ്ണിനൊരിക്കലും പുരുഷനാകാൻ സാധ്യമല്ല എന്നവർക്കറിയാം. പക്ഷേ പെണ്ണ് പുരുഷനാകാനുള്ള വ്യഗ്രതയിൽ അവളുടേതായ സവിശേഷതകൾ മുഴുവനും നശിപ്പിക്കും, അവളുടേതായ സവിശേഷതകൾ മുഴുവനും അവൾക്ക് ബലി കൊടുക്കേണ്ടി വരും. ആ ബലി കൊടുക്കലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മുതലാളിത്തവും മാർക്കറ്റിങ്ങും എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിൽ, സമത്വത്തിനുള്ള ആഹ്വാനത്തിന്റെ പേരിൽ നടക്കുന്നത് പെണ്ണിന്റെ സവിശേഷതകളെ വില കുറച്ച് കാണിക്കുവാനുള്ളൊരു പ്രവണതയാണ്. അങ്ങനെ അവളെ താഴ്ത്തിക്കെട്ടുവാനുള്ള പ്രവണതയാണ്. പുരുഷനെ ഉയർത്തിക്കാണിക്കുകയും പുരുഷനാകുവാൻ പെണ്ണിനോട് ആവശ്യപ്പെടുകയും ചെയ്ത് പുരുഷനാണ് ഉന്നതൻ എന്ന് വരുത്തി തീർത്ത് അതാകുവാൻ പെണ്ണിനോട് ആഹ്വാനം ചെയ്ത് അതാകുവാൻ പെണ്ണിന് സാധ്യമല്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അതാകുവാനുള്ള പരിശ്രമത്തിൽ അവളെ ചൂഷണം ചെയ്യുവാനുള്ള വളരെ സമർത്ഥമായ ഒരു കെണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന് നൽകുന്ന സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത് മാതൃത്വം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാതൃത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നാമത് മാതാവിനോട്, രണ്ടാമത് മാതാവിനോട്, മൂന്നാമത് മാതാവിനോട്, പിന്നെ പിതാവിനോട്. ഇത് പറയുന്നത് കേവലം ഒരു വർത്തമാനമായിക്കൊണ്ടല്ല, മറിച്ച് ആ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ബാധ്യതയുടെ കൃത്യമായ പാലമാണ്. ആ ബാധ്യതയുടെ പാലം എന്ന് പറയുമ്പോൾ 3 ഇരട്ടി ഉത്തരവാദിത്വം മാതാവിനോടുണ്ട് എന്ന് പറയുമ്പോൾ മാതൃത്വമെന്ന സവിശേഷതയെ യഥാർത്ഥത്തിൽ വെക്കേണ്ട സ്ഥാനത്ത് വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ പെണ്ണിന്റെ അബലതകളിൽ അവൾക്ക് താങ്ങായി നിൽക്കുവാൻ പുരുഷനോട് നിർബന്ധമായി ആവശ്യപ്പെടുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഒരർത്ഥത്തിലും പെണ്ണിനെ ഒറ്റക്ക് വിടാൻ, പെണ്ണിനെ കൈയൊഴിയാൻ, പെണ്ണിനെ സ്വതന്ത്രമാക്കുക എന്ന് പറയുമ്പോൾ പെണ്ണിനെ പ്രയാസങ്ങളുടെ ലോകത്തേക്ക് ഒറ്റക്ക് വിടുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പുരുഷനോട് അവൻ ആങ്ങളയാണെങ്കിൽ, അവൻ പിതാവാണെങ്കിൽ, അവൻ ഭർത്താവാണെങ്കിൽ, ഇവരൊന്നുമില്ലെങ്കിൽ അടുത്ത കുടുംബത്തിലുള്ള പുരുഷന്മാരോട് പെണ്ണിന് താങ്ങാകടവേ എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ പെണ്ണിനൊരു താങ്ങ് ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ. ചുരുക്കത്തിൽ ആണിനോട് പെണ്ണാകുവാനോ പെണ്ണിനോടാണാകുവാനോ ആവശ്യപ്പെടുകയല്ല. പെണ്ണിന് നൽകേണ്ട സ്ഥാനം നൽകുന്നു, പുരുഷന് നൽകേണ്ട സ്ഥാനം നൽകുന്നു. ഇത് സമത്വമല്ല, പാരസ്പര്യമാണ്. ആണിന് പെണ്ണാകാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചുള്ളത് പോലെ തന്നെ സത്യമാണ്. ആ സ്ഥാനങ്ങളെല്ലാം ഇസ്ലാം നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത ചോദ്യം പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ്. അടുത്ത ചോദ്യകർത്താവ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഷീദ്, സ്ഥലം പെരുമ്പാവൂർ. ഇപ്പോൾ നമ്മളുടെ ലോകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒളിമ്പിക്സ് എന്നുള്ളത്. ഇതിൽ ഒരു രീതിയിലും പർദ്ദ ധരിച്ചുകൊണ്ട് ഒരു ഒളിമ്പിക്സിന്റെ കായികപരമായിട്ടുള്ള പ്രകടനങ്ങളിൽ പങ്കെടുക്കുവാൻ മുസ്ലിം സ്ത്രീക്ക് സാധിക്കുമോ? പർദ്ദ ധരിച്ചിട്ട് ഒളിമ്പിക്സിൽ ഓടാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റൂല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ഓടാൻ അല്ല ഒളിമ്പിക്സ് നടത്തുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തിടത്താണ് നമ്മുടെ പരാജയം എന്ന വസ്തുത നമ്മൾ ആദ്യം അറിയണം. ഇന്ന് സ്പോർട്സ് എന്താണ്? സ്പോർട്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ് ആ സാധനം? അതൊരു ആയോധന കലയോ ആളുകളുടെ ആയോധന ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ളൊരു ഏർപ്പാടോ, അങ്ങനെ ആരാണ് ഏറ്റവും ശക്തിമാനെന്ന് തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ളൊരു ഏർപ്പാടോ എന്നതിനേക്കാളധികം ഏതാനും ചില ലോക കുത്തകകൾക്ക്
അവരുടെ പ്രോഡക്റ്റുകളെ വിറ്റഴിക്കുവാനുള്ളൊരു മാധ്യമം എന്ന തലമാണ് ഇന്നത്തെ സ്പോർട്സിനുള്ളത്. നിങ്ങൾ ആരെ എടുത്തോളൂ, ഏത് സ്പോർട്സ് ഹീറോയോ എടുത്തോളൂ, എല്ലാവരെയും സ്പോൺസർ ചെയ്യുന്നത് കമ്പനികളാണ്. ആ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നത് എന്തിന്, എങ്ങനെ, ഏത് രൂപത്തിൽ? അവിടെയാണ് സ്പോർട്സിന്റെ ഒന്നാമത്തെ തലത്തിലുള്ള പ്രസക്തി. രണ്ടാമതായി ഇവിടുത്തെ ചോദ്യം, ഒളിമ്പിക്സിൽ പെണ്ണ് ഓടിയാലോ ഓടാതിരുന്നാലോ പെണ്ണിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. യഥാർത്ഥത്തിൽ പെണ്ണിന് ആയോധന എന്തെങ്കിലും കായികമായ കാര്യങ്ങൾ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ പെണ്ണിന്റെ സൗന്ദര്യം പ്രദർശന വസ്തുവാക്കാത്ത രൂപത്തിലുള്ള ഏത് കായിക പ്രകടനത്തിനും അവൾക്കാകാവുന്നതാണ്. അഥവാ പെണ്ണുങ്ങൾ തമ്മിൽ ഓടട്ടെ, പെണ്ണുങ്ങൾ കാണട്ടെ, എന്താണ് അതിന് കുഴപ്പം? താൻ കാണേണ്ടി വരുമ്പോഴാണ് ആണിനെ കൊണ്ട് പെണ്ണിന്റെ ഓട്ടം കാണിക്കുകയും ആ കാണിക്കുന്നതോടൊപ്പം തന്നെ സ്പോൺസർ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ലോകത്തെ കച്ചവടവും മാർക്കറ്റിങ്ങും നടക്കും. അതിനാണ് സ്പോർട്സ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഒളിമ്പിക്സിൽ നിന്നല്ല, ഒളിമ്പിക്സിലായിരുന്നാലും പിന്നെ സ്കൂളിലെ സ്പോർട്സിലായിരുന്നാലും എവിടെയായിരുന്നാലും പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവരെ വസ്ത്രാക്ഷേപം ചെയ്തുകൊണ്ടുള്ള ഒരു ആയോധന കലയും ആ രൂപത്തിലുള്ള ഏർപ്പാടുകളും അനുവദിച്ചിട്ടില്ല. അത് അവളെ അടിച്ചമർത്തലല്ല, അവളെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്. അവളുടെ ധർമ്മം അതല്ല, അവളുടെ ധർമ്മം മറ്റൊന്നുണ്ട് എന്നുള്ളതാണ്. കേവലം സ്പോർട്സിൽ ഓടി ഫസ്റ്റ് കിട്ടുക എന്നതിനപ്പുറത്ത് ഉള്ള ധർമ്മം നിർവഹിക്കുവാനുള്ളവളാണ് പെണ്ണ് എന്നുള്ളത്. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് എടുത്തത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഹ്മത്ത്, കാസർഗോഡ് മഞ്ചേശ്വരത്തുനിന്ന്. എൻ്റെ ചോദ്യം ഈ വിഷയത്തിന് സംബന്ധപ്പെട്ടാണെന്ന് അറിയില്ല, എന്നാലും തലാഖിനെ പറ്റിയിട്ട് എൻ്റെ ചോദ്യം. ഒരു സ്ത്രീ പുരുഷന് 3 പ്രാവശ്യം പറഞ്ഞാലേ തലാഖ് പൂർണ്ണമാകുള്ളെന്ന് ഇസ്ലാമിൽ പറയുന്നത്. ഒരു പ്രാവശ്യം കൊണ്ട് തലാഖ് ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് അവർ തലാഖ് പൂർണ്ണമാകുമോ? രണ്ടാമത് അവർ വേറെ കല്യാണമായി അവർ നിക്കാഹ് പൂർണ്ണമാവോ? അതിലുണ്ടായ മക്കൾ ഹലാലായ മക്കളാണോ? അസ്സലാമു അലൈക്കും. തലാഖുമായി ബന്ധപ്പെട്ട ഒരു കർമ്മശാസ്ത്ര പ്രശ്നമാണ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കർമ്മശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ളൊരു വേദിയല്ല ഇത്. അതിന് നിങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം. എങ്കിലും ഈ വിഷയം പണ്ഡിതന്മാരുടെ വീക്ഷണം അറിയാവുന്നത് കൊണ്ട് മാത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 3 തലാഖുകൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ആ 3ഉം ഒന്നിച്ച് ചൊല്ലിയാൽ തലാഖ് പൂർണ്ണമാകുമോ? വിവാഹം ചെയ്യുവാൻ അതിനുശേഷം എന്താണ് മാർഗം എന്നെല്ലാമാണ് ചോദ്യം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഇത്ര വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ജീവൽ പ്രശ്നവുമില്ല ത്വലാഖല്ലാതെ. ത്വലാഖിനെ കുറിച്ച് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായുള്ള മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 228 മുതൽക്കുള്ള വചനങ്ങൾ. ഖുർആനിലെ 65-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തു ത്വലാഖ് എന്നാണ്. ഒരു ജീവൽ പ്രശ്നത്തിൽ, ഒരു ആദർശപരമായ പ്രശ്നമല്ല ഞാൻ പറയുന്നത്, ഇത്രയധികം വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഖുർആൻ. എന്താ ഖുർആൻ പറയുന്ന ത്വലാഖ്? ഖുർആൻ പറയുന്ന ത്വലാഖ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുരുഷൻ അത് ഒരു രക്ഷയുമില്ല, ഒരു വൈവാഹിക ബന്ധം യോജിച്ചു പോകുവാനെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നടത്തുന്ന
വേർപെടുത്തലാണ് ത്വലാഖ്. അത് 3 തുപ്പലോ 3 വാക്ക് പറച്ചിലോ അല്ല. ഇസ്ലാം പറയുന്ന ത്വലാഖിൽ ഒന്നാമതായി തൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തുമ്പോൾ ആ വിവാഹമോചനം നടത്തുവാൻ ദൃഷ്ടമാകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെതായ മാർഗങ്ങളെക്കുറിച്ച് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു പെണ്ണിന്റെ അനുസരണക്കേടാണ് കാരണമെങ്കിൽ, തൻ്റെ ഇണയുടെ അനുസരണക്കേട് കാരണമായി അവളെ വിവാഹമോചനം ചെയ്യുവാൻ വേണ്ടി നിശ്ചയിക്കുന്ന പുരുഷനോട് ഇസ്ലാം പറയുക, ഒന്നാമതായി അവളെ നീ ഉപദേശിക്കണമെന്നാണ്. സ്നേഹമുള്ളൊരു ഭർത്താവിന്റെ ഉപദേശത്തിൽ നിന്ന് നന്നാകാത്തവരാവില്ല വളവില്ലാത്ത പെണ്ണുങ്ങളൊന്നും തന്നെ. ആ ഉപദേശം കൊണ്ട് ശരിയായില്ല എങ്കിൽ അവൾ അഹങ്കാരത്തിന്റെ ഒരു പരമകോടിയിലാണ് എന്നാണ് അർത്ഥം. അവിടെ രണ്ടാമത്തെ ചികിത്സ തുടങ്ങുകയാണ്. അവളെ കിടപ്പറയിൽ നിന്ന് ബഹിഷ്കരിച്ചുകൊണ്ട്, കിടപ്പറ അവളെ പുരുഷൻ ആവശ്യമുള്ള ഏറ്റവും വലിയ മേഖല, അവൾ തനിക്കാവശ്യമുള്ള മേഖലയിൽ നിന്ന് ബഹിഷ്കരിച്ചുകൊണ്ട് അവൾക്കുള്ളൊരു മാനസികമായ ചികിത്സ നൽകുവാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടും പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ചെറിയ രൂപത്തിലുള്ള താഠനങ്ങൾ നടത്തിയാലും അവളെ ശിക്ഷണം നടത്തിയാലും വിവാഹബന്ധം വേർപെടാതെ നോക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നിട്ടും പെണ്ണ് ശരിയായില്ല എന്ന് വിചാരിക്കുക, പടച്ചോൻ കൽപ്പിക്കുന്നത് എങ്കിൽ പുരുഷന്റെ ഭാഗത്ത് നിന്ന് ഒരു മധ്യസ്ഥനും സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഒരു മധ്യസ്ഥനും വന്ന് പരസ്പരം സംസാരിക്കട്ടെ. എത്ര മനഃശാസ്ത്രപരമാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ. പെണ്ണിലൊരു പ്രശ്നം തോന്നി, പുരുഷന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ പിന്നെ പെണ്ണിൻ്റേത് തന്നെ ആകണമെന്നില്ല പ്രശ്നം, പുരുഷൻ്റേതുമാകാം പ്രശ്നം. അതുകൊണ്ട് തന്നെ പരസ്പരം ചർച്ച നടക്കണം, അതിന് 3-ാം കക്ഷി ഉണ്ടാകണം. നമ്മളിന്ന് കൗൺസിലിംഗ് എന്നെല്ലാം പറയുന്നത്. അങ്ങനെ 2 കൂട്ടരും സംസാരിച്ച് അവരെ യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു അവരെ യോജിപ്പിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ശ്രമവും കഴിഞ്ഞു. എന്നിട്ടും അവർക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം സ്നേഹത്തിന്റെ ലാഞ്ചന പോലും അവരുടെ ഹൃദയങ്ങളിൽ ബാക്കിയായിട്ടില്ല എന്നാണ്. പിന്നീട് മാന്യമായി വേർപിരിയാൻ തന്നെയാണ് ഇസ്ലാമിന്റെ കൽപ്പന. സ്നേഹമില്ലാതെ ഒരു കൂരക്ക് കീഴിൽ കഴിയുന്ന ദമ്പതിമാരാകുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. അങ്ങനെ പിരിഞ്ഞാൽ വീണ്ടും ഇസ്ലാം മനഃശാസ്ത്രപരമായ ഏർപ്പാട് തുടരുകയാണ്. പുരുഷൻ സ്ത്രീയെ ത്വലാഖ് ചൊല്ലി, എങ്കിലും ഇദ്ദാ കാലഘട്ടത്തിൽ ഏകദേശം 3 മാസക്കാലം ആ പുരുഷന്റെ വീട്ടിൽ തന്നെ ഈ സ്ത്രീ താമസിക്കണം. ഇന്നലെ വരെ തന്നോടൊപ്പം കിടപ്പറ പങ്കിട്ടിരുന്നവൾ ഇന്ന് തന്റെ വീട്ടിൽ തന്റെ കാഴ്ചവട്ടത്ത്, പക്ഷേ അവൾ തനിക്കന്യയാണ്. ആ രൂപത്തിൽ ഒരു 3 മാസത്തോളം കാലയളവ് അയാളുടെ വീട്ടിൽ തന്നെ നിൽക്കണം. ആ സമയത്ത് അയാൾക്ക് ഏകപക്ഷീയമായി, അയാളാണ് ത്വലാഖ് ചൊല്ലിയതെങ്കിൽ ഏകപക്ഷീയമായി തിരിച്ചെടുക്കാം, മറ്റൊരു നിക്കാഹില്ലാതെ. ഇതും കഴിഞ്ഞു. എന്നിട്ടും അവർ യോജിച്ചു പോകുന്നില്ല. ഈ 3 മാസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവർ കിടപ്പറ പങ്കിട്ടിട്ടില്ല. യോജിച്ചു പോകാൻ അവർക്ക് കഴിയുന്നില്ല. എങ്കിൽ പിന്നീട് പിരിയട്ടെ എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞു. ഒരുപാട് കാലം കഴിഞ്ഞു, അവൾ വിവാഹിതയായിട്ടില്ല. ആ വിവാഹിതയാകായിട്ടില്ല എങ്കിൽ അവളെ തിരിച്ചെടുക്കുവാൻ ഇയാൾക്ക് അവകാശമുണ്ട്. ഇയാൾ ത്വലാഖ് ചൊല്ലിയ ഇയാൾക്ക് അതിന് മറ്റൊരു നിക്കാഹ് വേണം, ഒരു വിവാഹം ചെയ്യണം.
അങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ത്വലാഖ് വീണ്ടും ഇതേപോലെയുള്ള എല്ലാ സന്ദർഭങ്ങളും ഉണ്ടായി ത്വലാഖ് നടക്കുന്നു. അതിനുശേഷവും മൂന്നാമതൊരാൾ ത്വലാഖ് ചൊല്ലിയാൽ അത് അവസാനത്തെ ത്വലാഖാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതാണ് 3 ത്വലാഖുകൾ. പിന്നീട് തിരിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള അവസാനത്തെ ത്വലാഖ്. മറ്റൊരു പുരുഷൻ അവളെ വിവാഹം ചെയ്ത് അവളെ ത്വലാഖ് ചൊല്ലിയാലല്ലാതെ. ചുരുക്കത്തിൽ 3 തവണയായി വളരെ ദീർഘമായ ഒരു പദ്ധതിയുടെ ഭാഗമായി അവസാനമായി നടക്കേണ്ടതാണ് പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഇസ്ലാമിലെ ത്വലാഖ്. അത് 3 തവണയായി നടക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിലെ പോലെ വിവാഹമോചനം എന്നത് വളരെ സൂക്ഷ്മമായി മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്ത മറ്റൊരു ദർശനവുമില്ല. പക്ഷെ പലപ്പോഴും ഇസ്ലാമിലെ വിവാഹമോചന സമ്പ്രദായങ്ങളെയെല്ലാം തന്നെ തല കീഴായി മറിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് പുരുഷ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗിക്കപ്പെടുന്ന ഒരു സങ്കടകരമായ അവസ്ഥാവിശേഷമുണ്ട്. അതിന് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും സ്വച്ഛമായ പാതയിലേക്ക് ക്ഷണിക്കുകയും വിളിക്കുകയും ചെയ്യുക മാത്രമാണ് നിർവാഹമായിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫസൽ ഹബീബ്, മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് നിവാസിയാണ്. സ്ത്രീകൾക്ക് ഇസ്ലാം കുറേ അവകാശങ്ങളും അധികാരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും സ്ത്രീകളെ ഭരണകാര്യത്തിൽ തീരെ ഇസ്ലാം അവഗണിക്കുകയാണ്. ചരിത്രത്തിലൊന്നും തന്നെ ഒരു ഖലീഫയുടെ സ്ഥാനത്തോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ ഗവർണറായിട്ടോ സ്ത്രീകളെ എവിടെയും കാണുന്നില്ല. എന്തുകൊണ്ടാണ്? സ്ത്രീകളെ ഭരണകാര്യത്തിൽ ഇസ്ലാം അവഗണിക്കുന്നു. ചരിത്രത്തിലെവിടെയും ഖലീഫയായോ പ്രവിശ്യ ഗവർണറായോ സ്ത്രീ വന്നില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ധാരണയുണ്ട് നമുക്ക് ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മുടെ ധാരണ അധികാരം എന്നത് ഒരു ആസ്വാദനമാണ് എന്നും അത് വലിയ ഒരു അവകാശമാണ് എന്നും അതൊരാളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യമാണ് എന്നുമുള്ള ധാരണ. എന്നാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അധികാരം എന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അധികാരം എന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം. വിശാലമായി ഈ ഭൂപ്പരപ്പിൽ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് മരിച്ചാൽ പടച്ചവന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധികാര ശ്രേണിയിൽ അധികാരം എന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് സ്ത്രീയുടെ ജൈവികമായ സവിശേഷതകൾ പലപ്പോഴും തടസ്സം തന്നെയാണ്. അവളെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്നത് പ്രയാസകരം തന്നെയാണ്. ആത്യന്തികമായി ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക രാഷ്ട്രനായകന്മാരാണ്. ഈ രാഷ്ട്രനായകൻ എന്നുള്ളത് ഒരു ആധുനികമായ സംസാരത്തിൽ സംസാരിച്ചാൽ ഒരു ഏകഛത്രാധിപത്യമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഏകഛത്രാധിപത്യം എന്ന് പറഞ്ഞാൽ തീരുമാനം എന്നത് അടിസ്ഥാനപരമായി അയാളിൽ നിന്നാണ്. അത് ജനാധിപത്യപരമല്ല. എന്നാൽ അയാൾ കൂടിയാലോചന നടത്തണം എന്നുള്ളത് വേറെ വിഷയം. ഈ തീരുമാനങ്ങൾ എടുക്കുവാൻ ആവശ്യമായ കൂടിയാലോചനകൾ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ആളുകളുമായി വ്യത്യസ്ത തലത്തിലുള്ള ആളുകളുമായി നടത്തുകയും ആ തീരുമാനത്തിന്റെ വരും വരായികകൾ മുഴുവനും അതിന്റെ ഉത്തരവാദിത്തം മുഴുവനും തലയിലേറ്റുവാൻ സന്നദ്ധമാവുകയും ചെയ്യുന്നവനാണ് ആ അധികാരി, ഖലീഫ. അത്തരമൊരു അധികാരം പെണ്ണിന്റെ ദുർബലമായ ശാരീരിക മാനസികാവസ്ഥകൾക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് നിർബന്ധിച്ചിട്ടില്ല. എന്നാൽ കഴിവുള്ള സ്ത്രീകളെ അധികാര ശ്രേണികളിൽ
ആവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ അധികാരത്തിന്റെ ഉത്തരവാദിത്വം അതൊരു മുൾക്കിരീടമാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. ഇവിടെ എല്ലാവരും അധികാരം സ്ത്രീകൾക്ക് നൽകുന്നില്ലയോ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഫെമിനിസ്റ്റുകളെല്ലാം കരച്ചിലുകൾ നൽകും. ഈ അധികാരം എന്നുള്ളത് എത്ര ശതമാനം പെണ്ണിന്റെ പ്രശ്നമാണ്? എത്ര ശതമാനം പെണ്ണിന്റെ പ്രശ്നം? ലോകത്തുള്ള കോടിക്കണക്കിന് സ്ത്രീകളിൽ എത്ര ശതമാനം സ്ത്രീയുടെ പ്രശ്നമാണ് അധികാരം? ഇനി അധികാരം പെണ്ണിന് കൊടുത്തു എന്ന് വിചാരിക്കുക, എങ്കിൽ സ്ത്രീകളിൽ എത്ര ശതമാനത്തിൽ അധികാര സ്ഥാനത്ത് എത്താൻ കഴിയും? പെണ്ണിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അതല്ല. അവൾക്ക് പ്രയാസമില്ലാതെയാക്കുവാൻ, ആ വലിയൊരു ഉത്തരവാദിത്വം അവളുടെ തലയിൽ വെക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ അവളുടെ സവിശേഷതകൾ, ജൈവിക സവിശേഷതകൾ പ്രയാസകരമായി ഭവിക്കുമെന്നതുകൊണ്ട് ഇസ്ലാം ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാലോ, ഞാൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രനായകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. വ്യത്യസ്ത രാഷ്ട്രങ്ങൾ സന്ദർശിക്കണം, കയറി വരുന്നവരുമായി ദീർഘനേരത്തെ സംഭാഷണങ്ങൾ നടത്തണം, അതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കണം. ഇത് രാഷ്ട്രനായകന്റെ പണിയാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ. ഇതൊന്നൊരു പെണ്ണിനെ കൊണ്ട് നിർവഹിക്കുവാൻ സാധ്യമാകുന്ന കാര്യങ്ങളല്ല. എന്നാൽ രാഷ്ട്രനായകന്മാർ പെണ്ണിന്റെ അവകാശങ്ങളെ പരിഗണിക്കണമെന്നും അവളെ പ്രയാസങ്ങളിലേക്ക് തള്ളിവിടരുത് എന്നുമുള്ള കൃത്യമായ കൽപ്പനയുമുണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ ഈ ജനാധിപത്യ സമ്പ്രദായങ്ങളെല്ലാം കൂടി ലോകത്ത് വർക്ക് ചെയ്തിട്ട് എത്ര ശതമാനം പെണ്ണുങ്ങൾക്ക് അധികാര ശ്രേണിയിൽ വരാൻ കഴിയുന്നുണ്ട്? ആ വരുന്നവരുടെ തന്നെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കുക. അവരുടെ സവിശേഷതകൾ എന്താണ്? പറഞ്ഞു വരുന്നത് ശ്രൈണപ്രകൃതി, ആ ശ്രൈണപ്രകൃതിയുമായി യോജിച്ചു വരുന്ന കാര്യങ്ങളെ ഇസ്ലാം അംഗീകരിക്കുകയും അവൾക്ക് പ്രയാസകരമല്ലാത്ത രീതിയിൽ ആ കാര്യങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു എന്ന്. ശ്രദ്ധിക്കുക, കഴിയുന്നതും നേരിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ചില ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അതിനാണ് പ്രാധാന്യം നൽകുന്നത്. അതേപ്രകാരം വല്ല അമുസ്ലിം സഹോദരന്മാരും ഈ വിഷയകമായി വല്ല ചോദ്യങ്ങളും ഉന്നയിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തുള്ള ചോദ്യത്തിനാണ് അടുത്ത അവസരം. എൻ്റെ പേര് ആമിന. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, നമസ്കാരത്തിൽ മറ സ്വീകരിക്കാൻ പറഞ്ഞതിന്റെ കാരണം പിശാച്, കറുത്ത പട്ടി, സ്ത്രീ എന്നിവ ഫിത്തിന ഉണ്ടാക്കുന്നത് കാരണമാണെന്ന്. ഇവിടെ സ്ത്രീയെ കറുത്ത പട്ടിയുടെയും പിശാചിന്റെയും കൂടെയല്ലേ എണ്ണുന്നത്? ഇതിൽ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന താഴ്ന്ന സ്ഥാനത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? ഹദീസിൽ പറയുന്ന കാര്യം, ഇസ്ലാം കറുത്ത പൊട്ടിയോടും അതേപോലെ തന്നെ പിശാചിനോടും പെണ്ണിനെ ഉപമിച്ചു, ഹദീസിൽ ഉപമിച്ചു. ഇത് പലപ്പോഴും ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ഏറെ കൊണ്ടുപിടിച്ച ഒരു ഹദീസാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് മറ എന്തിനാ മുന്നിൽ? ഇത് വിശദീകരിക്കുകയാണ് ഹദീസ് ചെയ്യുന്നത്. നമസ്കാരത്തിൽ മുമ്പിൽ മറ വേണം. അവിടെ ആ മറയുണ്ട് എങ്കിൽ ശ്രദ്ധയിൽ നിന്ന് പോകാൻ പാടില്ല. നമസ്കാരത്തിൽ ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്ന ഒരാൾ, ആ നമസ്കാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ശ്രദ്ധ തിരിച്ചു കളയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന ലംഘിക്കുന്ന, ആ ലംഘനം വഴി ഉണ്ടാകുന്ന പൈശാചിക പ്രലോഭനം, പിശാചിന് കടന്നു വരാനുള്ള മാർഗം, അതേപോലെ തന്നെയുള്ള ഭൗതികമായ പ്രതിഭാസങ്ങൾ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏത് ജീവശാസ്ത്രപരമായ ലൈംഗിക ശാസ്ത്രപരമായ പഠനങ്ങളും എടുത്ത് പരിശോധിക്കുക, പുരുഷന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന, അവന്റെ കണ്ണ് തെറ്റിക്കുന്ന ഒരു ജൈവ വസ്തു തന്നെയാണ് പെണ്ണ്. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ ശ്രദ്ധ തെറ്റിക്കുന്ന ഇതാണ് സ്ത്രീയുടെ പ്രകൃതം എന്നുള്ളത് കൊണ്ട്
സ്ത്രീ മുന്നിലൂടെ പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുക എന്നുള്ളത് കൂടി വീട്ടിൽ പിന്നെ മറ സ്വീകരിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അന്നത്തെ പള്ളികളും വീടുകളെല്ലാം എന്ന് പറഞ്ഞാൽ കേവലം മറക്കാത്ത ഇതുകളാണ്. അപ്പോൾ ഓടിപ്പോകാൻ സാധ്യതയുള്ള പട്ടിയും. ഇതിൽ എന്താണ് കുഴപ്പം? ഹദീസിൽ പട്ടിയാണ് സ്ത്രീ എന്ന് പറഞ്ഞോ? ഇല്ല. ഇവിടെ മനസ്സിനെ തെറ്റിക്കുവാൻ സാധ്യതയുള്ള രണ്ട് ഭൗതികമായ വസ്തുക്കളും ഒരു ആത്മീയമായ കാര്യവും കൃത്യമായി എടുത്തു പറഞ്ഞു. അവിടെ പറഞ്ഞതിൽ വസ്തുത പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് അത് സ്ത്രീവിരുദ്ധമാവുക? അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണമല്ലോ. ഈ ഹദീസ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സഹാബിമാരോ താബികളോ ആരെങ്കിലും പെണ്ണിനെ കറുത്ത പട്ടിയായി കണ്ടിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവളെ പിശാചിനോട് ഉപമിച്ചിട്ടുണ്ടോ? പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് 800ഓളം കൊല്ലങ്ങൾക്ക് ശേഷമാണ് യൂറോപ്പിൽ പെണ്ണിന് ആത്മാവുണ്ടോ എന്നുള്ള ചർച്ച നടന്നത് പ്രഗത്ഭരായ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ. റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞിട്ട് 8 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പെണ്ണിന് ആത്മാവുണ്ടോ എന്നുള്ള ചർച്ച. ഒപ്പം തന്നെ പെണ്ണിന് ആത്മാവുണ്ട് എന്ന് വാദിച്ചവർക്കിടയിൽ പിന്നെയും ചർച്ച, അത് മനുഷ്യന്റെ ആത്മാവാണോ പിശാചിന്റെ ആത്മാവാണോ? ആത്മാവുണ്ട് ഇല്ല എന്ന് പറഞ്ഞവര് വേറെ, ഉണ്ടെന്ന് പറഞ്ഞവർക്കിടയിൽ പിശാചിന്റെ ആത്മാവാണോ? ഞാൻ പറയുന്നത്, പക്ഷേ റസൂലുള്ളാഹിയിൽ നിന്ന് മതം പഠിച്ച ആരും ഈ ഒരു ഉപമയ അലങ്കാരത്തിൽ നിന്ന്, ഇതൊരു ഉപമയെ അല്ലൊരു വസ്തുതയാണ്, ഇതിൽ നിന്ന് പട്ടിയോട് പെണ്ണിനെ ഉപമിച്ചിട്ടില്ല. ആ രൂപത്തിൽ പെണ്ണിനെ കണ്ടിട്ടുമില്ല. പിന്നെ എന്താണ് ഫെമിനിസത്തിന് ഇത്രയധികം എടുത്തുദ്ധരിക്കാനുള്ള കാര്യം? ഇവിടെ ഭൗതികമായ വസ്തുത പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ഈ ലോകത്ത് എന്തിനാ പുരുഷന്മാരോട് ലോകം പറയുന്നു ഒരു നല്ല ഒരു ബിസിനസ് മീറ്റിംഗിൽ പുരുഷൻ, ആ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട പുരുഷൻ, അവനോട് ആ മീറ്റിംഗിന്റെ നിയമമായി പഠിപ്പിക്കപ്പെടുന്നു. എന്താ പഠിപ്പിക്കപ്പെടുന്നത്? ഫുൾ കൈ ഉണ്ടാവണം, ഷർട്ട് അവസാനത്തെ ബട്ടണും ഇടണം, എന്നിട്ടും കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരു ടൈയും കൂടി കെട്ടണം, പോരെങ്കിൽ ഒരു കോട്ടും ഇടണം, പിന്നെയോ കാലിൽ ഷൂ ഇടണം. ഇതെല്ലാം ഇതിന്റെ ഭാഗം. അതോടൊപ്പം തന്നെ പെണ്ണിനോട് പറയുന്നത് എന്താ? പെണ്ണിനോട് പറയുന്നത് എന്താണ്? ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരമാവധി വില കൂടിയ വസ്ത്രം ഉപയോഗിച്ച് പരമാവധി സ്ഥലം എങ്ങനെ പുറത്ത് കാണിക്കാം എന്ന് ഗവേഷണം ചെയ്ത് അതനുസരിച്ചുള്ളൊരു വസ്ത്രം തയ്ച്ച് അതിട്ടുകൊണ്ട് വരണം. അതാണല്ലോ നമ്മുടെ ഒരു ക്യാപിറ്റലിസ്റ്റിക് കൾച്ചർ. ഞാൻ പറയുന്നത്, അവിടെ പെണ്ണിന്റെ ഈ കാഴ്ച എന്നുള്ള സംഗതി പ്രലോഭനത്തിന്, ബിസിനസ്സിന്, ആ കാഴ്ചയെ വളരെ സമർത്ഥമായി അവർ ഉപയോഗപ്പെടുത്തുന്നു, വസ്തുതയായി അവർ അംഗീകരിക്കുന്നു. പെണ്ണ് പ്രലോഭനത്തിന്റെ ഒരു കാരണമാണ് എന്നുള്ള സത്യം, കാഴ്ച എന്നുള്ളത് പുരുഷനെ പ്രലോഭിതമാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള സത്യം അവരെല്ലാവരും അംഗീകരിക്കുന്നു. അതിനെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമസ്കാരം എന്നത് പൂർണ്ണമായി കോൺസെൻട്രേഷൻ ആവശ്യമുള്ള, മനസ്സാന്നിധ്യം ആവശ്യമുള്ള ഒരു കാര്യം. അവിടെ മറ വെക്കണം. അവിടെ പെണ്ണിന്റെ നടന്നു പോകൽ വഴി മനസ്സിന്റെ പടച്ച തമ്പുരാനുമായുള്ള നേരിട്ടുള്ള സംഭാഷണത്തിൽ മനസ്സിന്റെ കൃത്യമായ ഒരു ചാഞ്ചല്യം ഉണ്ടാകാതെ നിലനിൽക്കണം. ഇത് പറഞ്ഞത് എന്തോ ഒരു മഹാപാതകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പെണ്ണിനെ വില കൊടുച്ച് കാണിക്കുന്ന ഒരു പരാമർശവും ഈ ഹദീസിലില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത ചോദ്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ അമുസ്ലിം സഹോദരന്മാരാരെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരേണ്ടതാണ്. പുരുഷന്മാരുടെ ഭാഗത്താണ് അടുത്ത ചോദ്യത്തിനുള്ള അവസരം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിറാജുദ്ദീൻ എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ള വിഷയം ബഹുഭാര്യത്വത്തെക്കുറിച്ചാണ്.
ഏതൊരു പുരുഷനും അള്ളാഹു നൽകിയ ആ ഇളവ് ഉപയോഗപ്പെടുത്തുമ്പോഴും അന്നു മുതൽ ആ വീട്ടിൽ അസ്വസ്ഥതകളും ഒരുപാട് പ്രശ്നങ്ങളും അത് അവസാനം ചെന്നെത്തുന്നത് ഡൈവോഴ്സിലേക്കായിരിക്കാം ഒരുപക്ഷെ. അന്നു മുതൽ ഒരു പെണ്ണ്, നമ്മുടെ സഹോദരിമാർ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകൾ അനുഭവിച്ചു തുടങ്ങുകയാണ്. ഈ വിഷയത്തിൽ അവരുടെ വേദനകൾ അല്ലാഹു തആല എങ്ങനെയാണ് നോക്കിക്കണ്ടിട്ട് അതിൻ്റെ ഇത് അവരുടെ വേദനകൾ എങ്ങനെ പരിഹരിക്കണമെന്നാണ് അല്ലാഹു നിർദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും. ബഹുഭാര്യത്വം വഴി പെണ്ണിനുണ്ടാകുന്ന വേദനകൾ എങ്ങനെ പരിഹരിക്കണമെന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ബഹുഭാര്യത്വം വഴി മാത്രമല്ല, പെണ്ണിന് മാത്രമല്ല, പുരുഷനാണെങ്കിലും പെണ്ണിനാണെങ്കിലുമെല്ലാം ജീവിതത്തിൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളുമെല്ലാം ഉണ്ടാകും. അത് ഓരോരുത്തരുടെയും പ്രകൃതിക്കനുസരിച്ച്, ചുറ്റുപാടുകൾക്കനുസരിച്ചെല്ലാം വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഒരു മുസ്ലിം പെണ്ണിനെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം ഏത് വേദനയാണെങ്കിലും, അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും, അത് പരിഹരിക്കുവാനുള്ള മാർഗം പടച്ച തമ്പുരാനിൽ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുക എന്നതാണ്. പുരുഷന്റെ തൻ്റെ ഇണയുടെ ബഹുഭാര്യത്വം വഴി, തൻ്റെ ഇണ മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കുന്നത് വഴി മാനസികമായി പ്രയാസപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടാകാം. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകാം. അതേപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവിടെയെല്ലാം ഏത് കാര്യമാണെങ്കിലും അതിൽ പടച്ച തമ്പുരാനിൽ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുകയും പടച്ച തമ്പുരാനോട് കാര്യങ്ങൾ പറയുകയും, പ്രയാസകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയുകയും, പടച്ചവന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും പടച്ച തമ്പുരാനെ തൻ്റെ ഭരമേൽപ്പിക്കുവാനുള്ള അത്താണിയായി സ്വീകരിക്കുകയും ചെയ്യുകയാണ് പെണ്ണും പുരുഷനുമെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിഷയത്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഏത് പ്രതിസന്ധിയിലുള്ള മാർഗം. ബഹുഭാര്യത്വം മാത്രമല്ലല്ലോ പെണ്ണിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. അടുത്ത ചോദ്യം സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. അസ്സലാമലൈക്കും. എൻ്റെ പേര് റസിയ, കോതമംഗലത്തു നിന്ന് വരുന്നു. ഞാൻ ചോദിക്കുന്നത്, പുരുഷനാണല്ലോ സ്ത്രീയുടെ മേൽ പൂർണ്ണ ആധിപത്യം, ഭാര്യയുടെ മേൽ. അപ്പോൾ ഒരു ചെറിയ കുടുംബവഴക്കിൻ്റെ പേരിലൊക്കെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറ്റും കാണാൻ കഴിയുന്നില്ല പലപ്പോഴും. അതെങ്ങനെയാണ് നീതി? പുരുഷനാണ് സ്ത്രീയുടെ മേലുള്ള പൂർണ്ണമായ ആധിപത്യം. ചെറിയൊരു കുടുംബ വഴക്കിൻ്റെ പേരിൽ മാതാപിതാക്കളെയും മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതിലെന്താണ് മതത്തിൻ്റെ വിധി എന്നാണ്. പുരുഷൻ ആധിപത്യമുള്ള മേഖലകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നത് മാത്രമല്ല, കുടുംബ പ്രശ്നങ്ങളിൽ ആത്യന്തികമായി അവസാനത്തെ അധികാരം പുരുഷന് തന്നെയാണ്. അർറിജാലു ഖവ്വാമൂന. തീർച്ചയായും കുടുംബ പ്രശ്നങ്ങളിൽ ആത്യന്തികമായ അധികാരം പുരുഷന് തന്നെയാണ്. ഒരു ചെറിയ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ വളരെ ജനറലായി ഉള്ള വിഷയം വളരെ ചുരുക്കി പറയാൻ വേണ്ടിയുള്ള ശ്രമമാണ്. തീർച്ചയായും ഞാനൊരു ഉത്തരം പറഞ്ഞാൽ ആ ഉത്തരം എൻ്റെ സഹോദരിയുടെ പ്രശ്നവുമായി ബന്ധപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കാരണം നേർക്ക് നേരെ പ്രശ്നം എന്ത് എന്ന് മനസ്സിലാക്കുകയും ആ പ്രശ്നത്തിൻ്റെ മുടി നാരിട കയറി പരിശോധിക്കുകയും ചെയ്താൽ മാത്രമേ ആ പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാടാണോ ഭർത്താവിൻ്റെ നിലപാടാണോ മതപരമായും അല്ലാതെയും ശരി എന്ന് തീരുമാനിക്കാൻ പറ്റൂ. യഥാർത്ഥത്തിൽ നല്ലൊരു ദീനിയായ ഭർത്താവാണെങ്കിൽ, മതപരമായി ബോധമുള്ള ഭർത്താവാണെങ്കിൽ, അയാള് സ്ത്രീയുടെ മാതാപിതാക്കളെ കാണുന്നതിൽ നിന്നോ മറ്റോ തടയുവാൻ അയാൾ സന്നദ്ധമാവില്ല.
സന്നദ്ധമാവാൻ പാടില്ല. എന്നാൽ മാതാപിതാക്കളെ കാണുക എന്നത് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ നടത്തേണ്ട സ്വന്തം ഇച്ഛപ്രകാരമുള്ള ഒരു സ്വച്ഛപ്രകാരമുള്ള ഒരു പ്രവർത്തനമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. അവിടെ എന്താണ് പ്രശ്നത്തിന്റെ കാതൽ എന്നറിയാതെ ഉത്തരം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഉത്തരം എവിടെയാണ് കൊള്ളുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ആത്യന്തികമായി ഒരു പ്രശ്നത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അധികാരം പുരുഷന് തന്നെയാണ്. പക്ഷേ ആ അധികാരം ഏകാധിപത്യപരമായി ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകാധിപത്യപരമായി ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ, തനിക്ക് അയാളോടൊപ്പം ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ആ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ അയാളിൽ നിന്ന് വിവാഹമോചനം നേടുവാനും ഇസ്ലാം പെണ്ണിന് അവകാശം നൽകിയിട്ടുണ്ട്. പക്ഷേ ശരഈയായ മതം അനുവദിച്ച കാരണങ്ങളാകണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം പുരുഷന്മാരുടെ ഭാഗത്ത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് കുഞ്ഞ്, സ്ഥലം പെരുമ്പാവൂർ. ഒരു സ്ത്രീക്ക് അന്യപുരുഷനെ കാണുന്നതും സ്പർശിക്കുന്നതും ഹറാമാണ്. അങ്ങനെയെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യാൻ കഴിയുമോ ഇല്ലയോ? അതിനെക്കുറിച്ച് പറയണം. ഒരു സ്ത്രീക്ക് അന്യപുരുഷനെ കാണലും തൊടലും ഹറാമാണ് എങ്കിൽ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യാൻ പറ്റുമോ? ഒരു സ്ത്രീക്ക് അന്യപുരുഷനെ കാണൽ, കണ്ണ് താഴ്ത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ തന്നെ കൽപ്പിച്ചിട്ടുള്ള, സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും. അത് പെണ്ണിന് മാത്രമുള്ളൊരു പ്രശ്നമല്ല, പുരുഷനുള്ള പ്രശ്നമാണ്. പെണ്ണിനെ കാണുമ്പോൾ കണ്ണ് താഴ്ത്തണം എന്നത് പുരുഷനോടാണ് ആദ്യ കൽപ്പന, പിന്നീടാണ് പെണ്ണിനോടുള്ള കൽപ്പന. അപ്പോ ആ കാഴ്ച എന്നുള്ളത് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ കാഴ്ച എന്നുള്ളത് കണ്ണ് താഴ്ത്തേണ്ട കാര്യം തന്നെയാണ്. അത് എപ്പോഴാണ്, എങ്ങനെയാണ്? ഒരു നഴ്സ് സേവനം നടത്തുമ്പോൾ അവൾക്ക് അന്യപുരുഷനെ സ്പർശിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പുരുഷനുമായി ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഈ സാഹചര്യങ്ങളെ മുഴുവനും തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെയാകണം ഏതൊരു സർവീസിലാണെങ്കിലും, നഴ്സ് എന്നല്ല ഏത് സർവീസിലാണെങ്കിലും പെണ്ണും പുരുഷനും ഉണ്ടാകേണ്ടത്. പെണ്ണിനോട് മാത്രം ഉള്ളൊരു പ്രശ്നമല്ല, പുരുഷനുമുള്ള പ്രശ്നമാണിത്. ഒരു മുസ്ലിം പുരുഷൻ ഒരു പെണ്ണിനോട് ഒറ്റക്കാകാൻ പാടില്ല. ഒരു മുസ്ലിം പുരുഷൻ ഒരു പെണ്ണിനെ അനാവശ്യമായി സ്പർശിക്കാൻ പാടില്ല. അപ്പോ ആ രൂപത്തിൽ ഉള്ള നിയമങ്ങൾ തീർച്ചയായും ഇസ്ലാമിലുണ്ട്. എന്നാൽ വളരെ സാങ്കേതികമായി ഈ ജോലിയുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങൾ അത് നിങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം സ്ത്രീകളുടെ ഭാഗത്താണ്. ചോദ്യം ചോദിക്കാൻ ആളില്ലെങ്കിൽ അവസരം പുരുഷന്മാരുടെ ഭാഗത്ത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുജീബ്, പരപ്പനങ്ങാടിയിൽ നിന്നാണ്. എൻ്റെ ചോദ്യം, ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു മുസ്ലിം നാമധാരിയായ ലേഡി ഡോക്ടറുടെ പുസ്തകത്തെക്കുറിച്ചും അവരുടെ അനുഭവത്തെക്കുറിച്ചും ചെറുതായി വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, മുസ്ലിം വിദ്യാർത്ഥിനികളായ പെൺകുട്ടികളോട് ആ ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ ചെമ്പിച്ച മുടികൾ മഫ്തയിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ മഫ്ത വലിച്ചെറിയുക. നഗ്നമായ തലമുടികളിൽ ലൈംഗികതയോ അശ്ലീലതയോ ഞാൻ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ പുരുഷന്മാരും എന്തുകൊണ്ട് തല മറക്കുന്നില്ല എന്ന്. ഇതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം. ഡോക്ടർ മുംതാസിന്റെ ബർസ എന്ന നോവൽ ഏറെ പ്രതീക്ഷയോടുകൂടി അവർ പുറത്തിറക്കിയതാണെങ്കിലും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്തതിൽ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് മാതൃഭൂമിയുടെ ലേഖിക രാധിക അവിടെ എത്തിയത് എന്നാണ് എനിക്കിന്നത്തെ സൺഡേ സപ്ലിമെന്റ് വായിച്ചപ്പോൾ തോന്നിയത്. ബർസ എന്നുള്ള ഏതൊരാളും
ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചിലത് ചീപ്പായിരിക്കും, ചിലത് നല്ലതായിരിക്കും. ഇസ്ലാമിന് രണ്ട് തെറി പറഞ്ഞാൽ പോപ്പുലാരിറ്റി കിട്ടും എന്നത് കഥാലോകത്തെ ഒരലിഖിത നിയമമാണ്. അതുകൊണ്ടാണല്ലോ യാതൊരു സാഹിത്യപരമായി മൂന്നാം കിട ചവറ് മാത്രമായ ലജ്ജ എന്നൊരു നോവൽ എഴുതിയത് വഴി ബംഗ്ലാദേശുകാരി പെണ്ണ് ലോകപ്രശസ്തയായി മാറിയത്. ഇതൊരു സാഹിത്യ ലോകത്തെ അലിഖിത നിയമമാണ്. സൽമാൻ റുഷ്ദിയുടെ നല്ല നോവലുകൾ ഉണ്ടെങ്കിലും സാത്താനിക് വേഴ്സസ് എന്നത് കഥാപരമായി നോക്കിയാലും അത് കഥാതന്തു എടുത്തു നോക്കിയാലും ഒരു സ്റ്റാൻഡേർഡുള്ള നോവൽ എന്ന് പറയാൻ മാത്രമില്ലാത്തത് കൊണ്ട് തന്നെ കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത കുറെ മക്കാഭാഗങ്ങൾ എടുത്ത് ഫിറ്റ് ചെയ്ത് നോവലിന് പ്രശസ്തി ഉണ്ടാക്കുകയും കോടിക്കണക്കിന് ഡോളറുകൾ കീശയിലാക്കുകയും ചെയ്തത് ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. ഇതേ മാർഗങ്ങൾ സ്വീകരിക്കാൻ ഒരു മലയാളി വിശഗ്വരക്ക് തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ അവർ ഉന്നയിക്കുന്ന കുറെ രസകരമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആ നോവലിനെ അപഗ്രഥിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല, ഒരുപാട് പറയേണ്ട കാര്യം. ഒന്ന്, അവർ വലിയൊരു പ്രശ്നമായി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സബിത എന്നൊരു ഒരു സ്ത്രീയുടെ മക്കയിൽ കോഴിക്കോട്ടെ പ്രഭാകരൻ ഡോക്ടറുടെ മകളായി ജനിച്ച് പക്ഷേ ഒരു മുസ്ലിം പുരുഷനുമായി പ്രേമബന്ധത്തിലായി ഇസ്ലാം സ്വീകരിച്ചു എന്ന് ആ ഒരു മതപരിവർത്തനം നടത്തി മക്കയിലെത്തിപ്പെടുകയും ആ മക്കയിലെ ഭീകരമായ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു പെണ്ണിന്റെ കഥയാണ് നമ്മുടെ ഡോക്ടർക്ക് പറയാനുള്ളത്. അവരുടെ തന്നെ അനുഭവങ്ങളാണ് അവ. തീർച്ചയായും അനുഭവങ്ങൾ ഉണ്ടാകാം, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം പ്രമാണങ്ങളുമായി കൂട്ടിക്കെട്ടുകയാണ് അവർ പറയുന്ന നോവലിന്റെ ഒരു പുതിയ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ തന്നെ വേറൊന്നല്ല. ബലിയറുക്കുവാൻ ഹാജറയോട് പറഞ്ഞിരുന്നെങ്കിൽ ഹാജറ പറയുമായിരുന്നു, ഇല്ല പടച്ചോനെ, എൻ്റെ നൊന്തുപറ്റ എൻ്റെ മോനെ ബലി കൊടുക്കുവാൻ ഞാൻ സന്നദ്ധമാവില്ല. അതാണ് അവരുടെ പ്രധാനപ്പെട്ട കഥാതന്തു. വലിയ ഭയങ്കരമായി പോപ്പുലറൈസ് ചെയ്യപ്പെടുന്ന കാര്യം. എന്തുകൊണ്ടെന്നാൽ നൊന്തുപറ്റൊരു മാതാവിന് സ്വന്തം കുഞ്ഞിനെ ബലി നൽകുവാൻ കഴിയില്ല. എവിടെയാണ് ഈ ഡോക്ടർ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. നൊന്തുപറ്റ 5 കുഞ്ഞുങ്ങളെ കഴുത്ത് നെരിച്ച് കൊന്നതിന് ശിക്ഷിക്കപ്പെട്ട മാതാക്കളുടെ ന്യൂസ് നമ്മൾ വായിച്ചിട്ട്, മാതാവിന്റെ ന്യൂസ് വായിച്ചിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിധി കിട്ടാൻ വേണ്ടി റഹ്മത്ത് കുട്ടി എന്നൊരു കുട്ടിയെ വാപ്പയും ഉമ്മയും കൂടി അറുത്തറുത്ത് കൊന്നത് നമ്മൾ വായിച്ചിട്ട് വർഷങ്ങൾ ഏറെയൊന്നും കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ സാമൂഹ്യ പ്രശ്നമായി മാറുന്ന സ്വന്തം നൊന്തു പ്രസവിച്ച സ്വന്തം കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഓടയിലെറിഞ്ഞ് അവിടെ നിന്ന് ഉറുമ്പരിച്ചുകൂടാ എന്നുള്ള വിചാരമുള്ളത് കൊണ്ട് സാമൂഹ്യ പ്രവർത്തകർ അമ്മത്തൊട്ടിലുകൾ ഉണ്ടാക്കിയ നാടായ കേരളത്തിന്റെ ഭാഷയിലാണ് അവരിത് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് രസകരമായ യാഥാർത്ഥ്യം. മാതാവാണെങ്കിലും പിതാവാണെങ്കിലുമെല്ലാം മക്കളോട് സ്നേഹമുണ്ടാകും, മാതാവിന് സ്നേഹം കൂടും. അത് ജൈവികമായ സവിശേഷതയാണ്. പക്ഷേ ദൈവിക മാർഗദർശനമില്ലെങ്കിൽ ആരും മാതാവിനും പിതാവിനും ക്രൂരന്മാരാകാൻ കഴിഞ്ഞേക്കും. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറയെ, തന്റെ സഹധർമ്മിണിയെ അടിമസ്ത്രീയല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന അടിമസ്ത്രീ എന്നല്ല, അടിമസ്ത്രീ ആയിരുന്നു അവർ. പക്ഷേ ഇവർക്ക് വിവാഹം ചെയ്തു കൊടുത്തത് ഇബ്രാഹിമിന്റെ ഭാര്യ അലൈഹിസ്സലാം. അവരെ മക്കയിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്ന സമയത്ത് അവർ സ്വമനസാലെ പടച്ചവന്റേതാണ് ഈ തീരുമാനമെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ ഹാജറയെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ സ്വന്തം മകനെ ബലിയറുക്കുവാനുള്ള പടച്ചവന്റെ നിർദ്ദേശമുണ്ടായപ്പോൾ
ആ ബലി സ്വന്തമായി ഏറ്റെടുക്കുവാൻ സന്നദ്ധമായ മകനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിലെല്ലാം ഒരു ഫെമിനിസ്റ്റിക് ടച്ച് വരുത്തി ഒരു ന്യൂസ് ഉണ്ടാക്കി വലിയ ഒരു കഥാകാരിയായി മാറണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം വെച്ചു പുലർത്തുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തിന്റെ ചോദ്യം, അവരതിൽ പറയുന്ന ഒരു കാര്യം, മുടി കാണിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പുരുഷന്മാരും മുടി മറക്കണ്ടെന്ന്. പുരുഷനും പെണ്ണും ഒരേപോലെയാണ് എങ്കിൽ ആ ഫോട്ടോയിൽ തന്നെ എന്തിനാണ് കേരളീയമായൊരു വസ്ത്രത്തിൽ പരമാവധി പുറത്ത് കാണിക്കാൻ പറ്റിയ വസ്ത്രം ഉടുക്കുന്നത് എന്ന് ഡോക്ടറോട് തിരിച്ചു ചോദിക്കാവുന്നതാണ് നമുക്ക്. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഉള്ള അറിവ് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ വിവരത്തിന്റെ പരിധിയിൽ പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ അവരുടെ പ്രൊഫഷണലിസത്തെ നമുക്ക് മറന്നു കളയാം. പക്ഷെ യഥാർത്ഥത്തിൽ എൻഡോക്രൈനോളജിയിൽ പുതുതായി നടക്കുന്ന പഠനങ്ങൾ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്നൊരു സത്യം, പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോൾ, പെണ്ണിനെ ആകർഷകമായി കാണുമ്പോൾ പുരുഷന്റെ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിന്റെ ഉൽപാദനം അമിതമായി നടക്കുന്നു എന്നും ആ ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഈ ഹോർമോൺ അതിന്റെ അമിതോൽപാദനം പുരുഷനെ ആസക്തനാക്കുക മാത്രമല്ല ചിലപ്പോൾ അക്രമാസക്തനുമാക്കാം എന്നും പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളല്ല, പുതിയ എൻഡോക്രൈനോളജിയിലെ പുതിയ പഠനങ്ങളാണ്, ഗ്രന്ഥങ്ങളാണ്. ദ കെമിസ്ട്രി ഓഫ് സെക്സ് അട്രാക്ഷൻ എന്ന കൃതിയുണ്ട്, വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഈ വിഷയത്തിലുള്ള വളരെ വിശദമായ പഠനം. അതേസമയം തിരിച്ചങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതും എൻഡോക്രൈനോളജി തന്നെ. പെണ്ണിന് പുരുഷന്റെ മുടിയല്ല, പുരുഷനെ തന്നെ പൂർണ്ണമായും നഗ്നമായി മുന്നിൽ അവതരിപ്പിച്ചാലും ആ രൂപത്തിലുള്ള ഒരു ലൈംഗികോത്തേജനമോ ആ രൂപത്തിൽ ഉള്ള ഏതെങ്കിലും തലത്തിലുള്ള ഒരു ടെസ്റ്റോസ്റ്റെറോൺ ഉൽപാദനമോ നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോ പടച്ചവനാണോ ഡോക്ടർക്കാണോ തെറ്റിയത്? ഇസ്ലാം പെണ്ണിനെ പരിരക്ഷിക്കുന്നു. അതാര് വിളിച്ചു പറഞ്ഞാലും, ആര് പൊട്ടിക്കരഞ്ഞാലും പെണ്ണിന് അവളുടെ സൗന്ദര്യം, ആ സൗന്ദര്യം പ്രദർശന വസ്തുവാക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു, അവകാശം നൽകുന്നു. അവളുടെ സൗന്ദര്യം പ്രദർശന വസ്തുവാക്കുന്നത് വഴി ഉണ്ടാവാകാവുന്ന പ്രശ്നങ്ങളിൽ, ആ പ്രശ്നങ്ങളിൽ മുഴുവനും ആർക്കാ? ഒരാണിനുമല്ല. ആ പ്രശ്നങ്ങൾ, ജീവശാസ്ത്രപരമായ സകല പ്രയാസങ്ങളും ഏറ്റെടുക്കേണ്ടത് പെണ്ണാണ്, അല്ലേ? ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പെണ്ണിന് അവളുടെ സൗന്ദര്യം ആസ്വദിക്കപ്പെടുക വഴി ഉണ്ടാകുന്ന ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തലവേദനകളും ജീവശാസ്ത്രപരമായി തന്നെ അവളുടെ തലയിലാണുള്ളത്, അവളുടെ. അതുകൊണ്ട് തന്നെ അവളെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, അവളെ അതിൽ നിന്ന് സംരക്ഷിക്കുവാൻ അവളുടെ സൗന്ദര്യം പ്രദർശന വസ്തുവാക്കരുത് എന്നും അത് കച്ചവടം ചെയ്യപ്പെട്ടുകൂടാ എന്നും അത് അർഹമായവന്റെ മുന്നിൽ മാത്രം തുറന്നിടണമെന്നും പഠിപ്പിച്ചു എന്നുള്ളത് ഇസ്ലാം അവൾക്ക് നൽകിയ അവകാശമാണ്. എന്താണ് അത് അവകാശം? അവകാശം എന്താ? നിങ്ങൾ അപ്ലൈ ചെയ്യൂ എയർ ഹോസ്റ്റസിന്റെ ജോലിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടുവാൻ അവകാശമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അപ്ലൈ ചെയ്യൂ സ്റ്റെനോയുടെ ജോലിക്ക്. നിങ്ങൾക്ക് നാണം മറച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡീസന്റ് ആയ ഡ്രസ് ഇടുവാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ? നിങ്ങൾക്ക് ഉന്നതമായ കമ്പനികളിൽ സെയിൽസ് ഗേൾസ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാണം മറക്കുന്ന വസ്ത്രം എടുക്കുവാൻ അവകാശമുണ്ടോ? ഇല്ല. കമ്പനി നിശ്ചയിക്കും നിങ്ങളുടെ വസ്ത്രം, അല്ലേ? ആ കമ്പനി ആര്? പുരുഷൻ. എന്തിനങ്ങനെ നിശ്ചയിക്കുന്നു? ഉപഭോക്താക്കളെ, കസ്റ്റമേഴ്സിനെ സംതൃപ്തമാക്കണം. കസ്റ്റമേഴ്സിനെ സംതൃപ്തമാക്കുവാനുള്ള കേവലം ഉപഭോഗോപകരണങ്ങൾ മാത്രമായി പെണ്ണിനെ കാണുന്ന ആധുനിക വ്യവസ്ഥ,
അതിനനുസരിച്ച് കഥ എഴുതി ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചത് അവൾക്ക് അവളുടെ വസ്ത്രം തീരുമാനിക്കാൻ, അവളുടെ സൗന്ദര്യം ആരുടെ മുന്നിൽ തുറന്നിടണമെന്ന് തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഇതാണ് അത്. അവള് 4 ആളുടെ മുന്നിൽ വെച്ച് ഈ സൗന്ദര്യാസ്വാദനം വഴി തനിക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും താങ്ങായി തണലായി നിൽക്കാമെന്ന് 4 ആളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത വ്യക്തിയുടെ മുന്നിൽ മാത്രം തുറന്നിടാൻ അവകാശം നൽകി എന്നുള്ളതാണ്. അതാണ് ഇസ്ലാം പെണ്ണിന് നൽകിയ ഏറ്റവും വലിയ അവകാശം. പെണ്ണിനെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് അവളെ വഴിതെറ്റിച്ച് ചൂഷണം ചെയ്യുന്ന സകല മുതലാളിത്ത വ്യവസ്ഥകളിൽ നിന്നും അവളെ സംരക്ഷിച്ചു നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ഇതുവഴി ഇസ്ലാം. അത് ആസ്വാദനത്തിന്റെ, സ്വന്തം ശരീരത്തെ ആസ്വദിക്കുന്ന തൃഷ്ണയുള്ള കണ്ണുകളിൽ തൻ്റെ ജീവൻ അതിലാണുള്ളത് എന്നും തൻ്റെ അഭിമാനം അതിലുള്ളതാണ് എന്നും കരുതുന്ന ആളുകൾക്ക് അത്തരം നിർദ്ദേശങ്ങൾ അരോചകമായി തോന്നിയേക്കാം. പക്ഷേ ആ അരോചകത്വം എന്നത് അനുഭവത്തിന്റെ പാഠത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചുരുക്കത്തിൽ അവരെഴുതുന്നത് മുഴുവനും അശാസ്ത്രീയമാണ്, അധാർമികമാണ്. എന്തുകൊണ്ടെന്നാൽ ശാസ്ത്രീയമാണെന്ന് ഞാൻ പറഞ്ഞത്, പുരുഷന്റെ മുടി കണ്ടതുകൊണ്ട്, പുരുഷന്റെ തല കണ്ടതുകൊണ്ട്, പുരുഷന്റെ മാറ് കണ്ടതുകൊണ്ട്, പുരുഷന്റെ വയറ് കണ്ടതുകൊണ്ട്, പുരുഷനെ തന്നെയും പൂർണ്ണമായി നഗ്നമായി കണ്ടതുകൊണ്ട് പെണ്ണിന്റെ ശരീരത്തിൽ ഒന്നും നടക്കുന്നില്ല, ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല, ഒരു അറപ്പ് തോന്നുക എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല. തിരിച്ചങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പെണ്ണിനോട് മറക്കാൻ പറഞ്ഞത്. കൃത്യമായി അത് തിരിയാത്തതിന് ഇസ്ലാം എന്ത് പിഴച്ചു എന്ന് പറയാനേ, എന്ന് ചോദിക്കാനേ നിർവാഹമാണ്. സഹോദരങ്ങളെ, ഈ വിഷയം ഈ ഇന്റർനാഷണൽ എക്സിബിഷനിൽ അവതരിപ്പിക്കുമ്പോൾ അത് കൃത്യമായൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ മുഖം മൂടിയിട്ടുകൊണ്ട് ഇത്തരം ആശയങ്ങൾ കടന്നു വരുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇസ്ലാമിന്റെ മുഖം മൂടിയിട്ടുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, ലോകത്ത് കഴിഞ്ഞ 10-30 വർഷക്കാലമായി ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുന്നു എന്നുള്ള വാദകോലാഹലങ്ങളുമായി യൂറോപ്പിൽ ഉടനീളം മാധ്യമങ്ങളും ബുദ്ധിജീവികളും കഥാകാരന്മാരും കവികളും എന്ന് വേണ്ട എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടിക്കൊണ്ടിരിക്കും. പക്ഷെ അത്ഭുതകരം, ആ പോരാട്ടം മുഴുവനും അവരെന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അതിന് വിപരീത ഫലം ചെയ്യുന്നു. ഇസ്ലാം പെണ്ണിനെ അടിച്ചമർത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഇതെന്താ ഇസ്ലാം അടിച്ചമർത്തുന്നതെന്ന് പഠിക്കാൻ തുടങ്ങിയതാണ് പല പെണ്ണുങ്ങളും. പക്ഷേ എത്തിയത് അവസാനം ഇസ്ലാമിലാണ്. ന്യൂകർക്ക് എന്ന് പറയുന്ന സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റാണ് അവരുടെ ഒരു പുസ്തകമുണ്ട്, 2006 പുറത്തിറങ്ങിയ വുമൺ എംബ്രേസിംഗ് ഇസ്ലാം എന്നാണ് പുസ്തകത്തിന്റെ പേര്. നല്ലൊരു ബുക്കാണ്. എന്തുകൊണ്ടാണ് പാശ്ചാത്യ വനിതകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നാണ് പുസ്തകത്തിന്റെ കാണുന്നത്. മുസ്ലിം അല്ല അവരൊരു മതവിശ്വാസി പോലുമല്ല. അവർ ഇസ്ലാമിനെ പ്രതിചേർത്തുകൊണ്ട് തന്നെയാണ് എഴുതുന്നത്. പക്ഷേ എന്തുകൊണ്ട് മുസ്ലിമാകുന്ന പാശ്ചാത്യരിൽ 5 പേരിൽ 4 പേരും സ്ത്രീകളാകുന്നത്? എന്തേ നമ്മളെല്ലാം അടിമത്തത്തിന്റെ മൂടുപടമാണ് എന്ന് പറഞ്ഞ് കളിയാക്കി വിളിച്ചു കൂവി ഇരുന്നിട്ടും ആ മൂടുപടത്തിനുള്ളിൽ പെണ്ണുങ്ങൾ എന്തേ അഭയം കണ്ടെത്തുന്നു എന്ന പഠനമാണ് അവരുടേത്. ആ പഠനം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത ചില സത്യങ്ങളുണ്ട്. അതിപ്പോ പഠന വിഭവത്തിൽ പുറത്തു വന്നതാണ്. അതിനു മുമ്പേ ആ കാര്യങ്ങളുള്ള പഠനം നടന്നിട്ടുണ്ട്. എന്താ മനസ്സിലാക്കി കൊടുത്ത യാഥാർത്ഥ്യം? ഇസ്ലാം വിരുദ്ധതയുടെ മുഖം മൂടിയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ മുഖം പേറിക്കൊണ്ട്, ഇസ്ലാം വിരുദ്ധതയുടെ മുഖം പേറിക്കൊണ്ട് സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഒരു ഫലവും ചെയ്യുകയില്ല എന്ന സത്യം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ മുഖമിട്ട്, പരിശുദ്ധ ഖുർആനിന്റെ മുഖമിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി
പക്ഷേ ഇസ്ലാമിലെ ഇന്നത്തെ അവസ്ഥക്ക് കാരണം അതൊന്നുമല്ല, പ്രവാചകനല്ല, ഖുർആനല്ല എന്ന് വരുത്തി തീർത്ത് ആ അവസ്ഥക്ക് കാരണം ഹദീത്തുകളാണ് എന്ന് ഭംഗ്യനിരേന വളരെ സമർത്ഥമായി സ്ഥാപിച്ച് ഹദീത്തുകളിൽ നിന്ന് അതിൻ്റെ വിശ്വാസ്യതയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോവുകയും അങ്ങനെ അവരറിയാതെ അവരെ മുസ്ലിങ്ങളല്ലാതെയാക്കുകയും ചെയ്യുക എന്ന വളരെ സമർത്ഥമായൊരു പദ്ധതി. ആ പദ്ധതി കേരളത്തിലും വെളിച്ചം കാണിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, കേരളത്തിൽ ഷിയായിസത്തിന് വിലാസമുണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ തന്നെയാണ് എന്നത് മറ്റൊരു സംഗതി. രണ്ടും ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ജൂതന്മാരുടെ തലച്ചോറിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധകന്മാർ വളരെ വളരെ സൂക്ഷ്മമായി വിഷയങ്ങൾ പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ സൂക്ഷ്മമായി. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന്റെ മുഖമായിട്ടാണ് വനിതാ വിമോചനം. ഖുർആൻ പെണ്ണിന് ഭയങ്കര സ്ഥാനം നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ കാലത്ത് പെണ്ണുങ്ങളുടെ സ്ഥാനം അപാരമായിരുന്നു. പക്ഷേ അബൂ ഹുറൈറ, ആയിഷയുടേത് ഇസ്ലാമിന്റെ സ്ത്രീപക്ഷ വ്യാഖ്യാനം, അബൂ ഹുറൈറയുടേത് പുരുഷപക്ഷ വ്യാഖ്യാനം. അപ്പോൾ ഒരു നപുംസകപക്ഷ വ്യാഖ്യാനം എവിടെ നിന്ന് കിട്ടും എന്ന് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടണില്ല. ഞാൻ പറയുന്നത് വളരെ സമർത്ഥമായി കേരളത്തിനെതിരെ മാർക്കറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വ്യാപകമായി പഠിക്കുകയും അതിനുള്ള ഈ അക്രമത്തിന്, അകത്തു നിന്നുള്ള അക്രമത്തിന് പ്രതിരോധം കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഓരോ പ്രബോധകന്റെയും ചുമതലയാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരം ഒരു അന്താരാഷ്ട്ര എക്സിബിഷനോടനുബന്ധിച്ച് ഇത്തരം ഒരു പരിപാടി നടത്തുവാനുള്ള കാരണം. അത് നിങ്ങൾ ഉൾക്കൊള്ളുക. പടച്ച തമ്പുരാൻ സത്യമതത്തിലൂടെ നടന്നു പോവുകയും സത്യമതം അനുസരിച്ച് ജീവിക്കുകയും സത്യമതം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ജീവിതാവസാനം വരെ മുന്നോട്ട് പോവുകയും ചെയ്ത് അവസാനം അത്തരം ആളുകളോടൊപ്പം മരണാനന്തര ജീവിതത്തിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ ഓപ്പൺ ഫോറത്തിന് നന്ദി രേഖപ്പെടുത്തുന്നത് ബഷീർ സാഹിബ്, തിരുവനന്തപുരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ നടന്നു വരുന്ന ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സംരംഭത്തിന് നന്ദി അർപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ഈ സംരംഭത്തിന് ഇവിടെ അധ്യക്ഷത വഹിച്ച ബഹുമാന്യനായ KV അബ്ദുൽ ലത്തീഫ് മൗലവി, വളരെ അകലിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഈ സംരംഭത്തിന് ഉദ്ഘാടനം നിർവഹിച്ച് പ്രലോജ്വലമായൊരു പ്രസംഗം അവതരിപ്പിച്ച ബഹുമാന്യനായ അബ്ദുൽ ഖാലിഖ് അബ്ദുസ്സലാം മുഹമ്മദ് അഷ്റഫ്, അതുപോലെ വിഷയാവതരണം നടത്തിയ സുബൈർ പീഡിയക്കൽ, സദസ്യരുടെ ചോദ്യങ്ങൾക്ക് ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മറുപടി നൽകിയ ബഹുമാന്യനായ പണ്ഡിതൻ അക്ബർ സാഹിബ്, അതുപോലെ ഈ വേദിയിലുള്ള KNM-ൻ്റെയും ISM-ൻ്റെയും മറ്റു നേതാക്കളെ, ഈ സദസ്യർ, ഇവിടെ പങ്കെടുത്ത് ഈ അവസാനം വരെ ഇവിടെ ഇരുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നന്ദി നേരുന്നു. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Salvation International Exhibition on Islam.